ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പണത്തിൻ്റെ സക്കാത്ത്. ഇൻഷാ അല്ലാഹ്. പണത്തിൻ്റെ സക്കാത്തിനെ കുറിച്ച് സം പണത്തിൻ്റെ സക്കാത്ത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ അതിന് നിസാബ് എന്താണെന്ന് അറിയണം. ഈ നിസാബ് എത്ര കാലം നിലനിൽക്കണമെന്നറിയണം. പണത്തിൻ്റെ സക്കാത്ത് എത്ര കൊടുക്കണം എന്നറിയണം. ബാറക്കല്ലാഹു ഫീക്കും. പണത്തിൻ്റെ സക്കാത്ത് നിർബന്ധമാകാൻ, അതായത് സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമാകുന്നത് അതിൻ്റെ ഒരു നിബന്ധന പണം നിസാബ് എത്തണം. നിസാബ് എന്നാൽ അത് സക്കാത്ത് നിർബന്ധമാകാൻ ഒരു മുസ്ലിമിൻ്റെ കൈവശം ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ സമ്പത്തിൻ്റെ അളവിനെയാണ് പറയുന്നത്. അപ്പോൾ പണത്തിൻ്റെ കാര്യത്തിൽ ഒന്നുകിൽ സ്വർണത്തിൻ്റെ നിസാബ് എടുക്കാം, അല്ലെങ്കിൽ വെള്ളിയുടെ നിസാബ് എടുക്കാം. അപ്പോൾ ഏതിൻ്റെ നിസാബാണ് ഏറ്റവും കുറഞ്ഞ മൂല്യമുള്ളത് അതനുസരിച്ച് നിശ്ചയിച്ചാലേ ദരിദ്രർക്ക് കൂടുതൽ ഉപകാരപ്രദമാകൂ എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഫത്വയിൽ പറഞ്ഞത്, പണത്തിൻ്റെ കാര്യത്തിൽ മൂല്യം സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും നിസാബുകളിൽ കുറഞ്ഞ മൂല്യത്തിലെത്തുമ്പോൾ അതിന് സക്കാത്ത് നിർബന്ധമാകുമെന്നാണ്. ഇത് ഫതവ ബിൻ ബാസ് 14 വോള്യൂം 125 പേജിൽ കാണാം. അപ്പം നമ്മുടെ കാലഘട്ടത്തിൽ ഈ രണ്ടിൽ കുറഞ്ഞ നിസാബ് വെള്ളിയുടേതാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ വെള്ളിയുടെ നിസാബാണ് കുറഞ്ഞത്. സ്വർണത്തിൻ്റെ നിസാബ് എന്ന് പറഞ്ഞാൽ കൂടിയതാണ്. നമുക്കറിയാം ഇന്ന് സ്വർണത്തിൻ്റെ വില നല്ലോണം കൂടിയിട്ടുണ്ട്, വെള്ളിയേക്കാൾ എത്രയോ കൂടുതലാണ്. അപ്പോൾ നമ്മൾ സ്വർണത്തിൻ്റെ നിസാബ് എടുത്താൽ അത് കൂടിയതായതുകൊണ്ട് ഒരുപാട് ആളുകൾ സക്കാത്ത് കൊടുക്കാത്ത അവസ്ഥ വരും. ഒരുപാട് ദരിദ്രർക്ക് അത് അത് പ്രയോജനം ചെയ്യുകയില്ല. അതുകൊണ്ട് അതേസമയത്ത് വെള്ളിയുടെ നിസാബ് അത് സ്വർണത്തേക്കാൾ എത്ര കുറവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരുപാട് ആൾ സക്കാത്ത് നിർബന്ധമായി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും. അത് ഒരുപാട് ദരിദ്രർക്ക് പ്രയോജനം ചെയ്യും. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് പണത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് പല പണ്ഡിതന്മാരും വെള്ളിയുടെ നിസാബ് അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. അതായത് 595 ഗ്രാം വെള്ളിയുടെ മൂല്യത്തിന്, ഇതാണ് നിസാബ്, 595 ഗ്രാം വെള്ളിയുടെ മൂല്യത്തിന് തുല്യമായ പണം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒരാളുടെ കൈവശമുണ്ടെങ്കിൽ അയാൾ നിസാബിലെത്തിയതായിട്ട് കണക്കാക്കപ്പെടും. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നമ്മുടെ കൈവശം 595 ഗ്രാം വെള്ളിയുടെ മൂല്യത്തിന് തുല്യമായ പണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമായി. മാസ ശമ്പളം ലഭിക്കുന്നത് മാത്രം കൊണ്ട് സക്കാത്ത് നിർബന്ധമാകില്ല. വാടക വരുമാനം ലഭിക്കുന്നത് മാത്രം കൊണ്ട് സക്കാത്ത് നിർബന്ധമാകില്ല. എന്നാൽ മാസ ശമ്പളത്തിൽ നിന്നോ അല്ലെങ്കിൽ വാടക വരുമാനത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു വരുമാനങ്ങളിൽ നിന്നോ അവശ്യ ചെലവ് കഴിഞ്ഞ് ബാക്കിയാകുന്ന തുക, ചെലവ് കഴിഞ്ഞ് ബാക്കി വരുന്ന തുക സമ്പാദ്യമായി കൈവശമോ അല്ലെങ്കിൽ ബാങ്കിലോ സൂക്ഷിക്കപ്പെടുകയും അത് പ്രത്യേകമായോ മൊത്തമായോ കൂട്ടിയാൽ നിസാബിലെത്തുകയും ചെയ്താൽ, അഥവാ 595 ഗ്രാം വെള്ളിയുടെ മൂല്യത്തിന് തുല്യമായ പണമോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ സക്കാത്ത് ബാധകമാകും. അപ്പോൾ ഇതാണ് ഒരു നിബന്ധന, നിസാബ് എത്തണം. രണ്ടാമത്തെ ഒരു നിബന്ധന ഉണ്ട്, അത് ഒരു ചാന്ദ്രവർഷം പൂർത്തിയാകണം. അതിന് ഹൗൽ എന്നാണ് പറയാം. അതായത് ഒരാളുടെ സമ്പാദ്യം ആദ്യമായി നിസാബിലെത്തിയ ദിവസം മുതൽ, 595 ഗ്രാം വെള്ളിയുടെ മൂല്യം എത്തിയ ദിവസം മുതൽ, ഉദാഹരണം മുഹറം 2 മുതൽ ഒരു ഹിജ്റ വർഷം പൂർത്തിയാകുമ്പോൾ, അതായത് മുഹറം 2-ന് അടുത്ത മുഹറം 2 എത്തിയാൽ ആ ദിവസം അയാളുടെ കൈവശമുള്ള മൊത്തം സക്കാത്ത് ബാധകമായ സമ്പത്തിൻ്റെ 2.5% സക്കാത്തായി നൽകണം.
അപ്പോൾ ഒരു കൊല്ലം പൂർത്തിയാകണം നിസാബ് എത്തിയിട്ട്. ആ നിസാബിൽ ഒരു കൊല്ലം ഉണ്ടാകണം. അങ്ങനെ ഒരു കൊല്ലം പൂർത്തിയായാൽ 2.5% സക്കാത്തായി നൽകണം. ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ സമ്പാദ്യം മുഹറം 2-ന് നിസാബിലെത്തി. ഒരു വർഷം കഴിഞ്ഞ് അടുത്ത മുഹറം 2-ന് അദ്ദേഹത്തിൻ്റെ കൈവശം നിസാബിന് തുല്യമോ അതിന് മുകളിലോ സമ്പാദ്യമുണ്ടെങ്കിൽ അന്നുള്ള മൊത്തം തുകയുടെ 2.5% സക്കാത്ത് നൽകണം. അപ്പോൾ നിസാബ് എന്നാൽ സക്കാത്ത് നിർബന്ധമാകാനുള്ള കുറഞ്ഞ സമ്പത്താണ്. അത് 595 ഗ്രാം വെള്ളിയുടെ മൂല്യത്തിന് തുല്യമായ പണമോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമാകും. കൈവശമുള്ള പണം അല്ലെങ്കിൽ ബാങ്ക് നിക്ഷേപമുണ്ടെങ്കിൽ ഇവ പ്രത്യേകമായോ മൊത്തമായോ കൂട്ടിയാൽ നിസാബിലെത്തണം. നിസാബിലെത്തിയ ശേഷം ഒരു ഹിജ്റ വർഷം പൂർത്തിയാകണം. തുടർന്ന് കൈവശമുള്ള മൊത്തം സക്കാത്ത് ബാധകമായ തുകയുടെ 2.5% സക്കാത്ത് നൽകണം. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.